എന്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ എന്റെ സ്കിൻ കെയർ റുട്ടീനാണ് ഇന്നത്തെ വീഡിയോക്കകത്ത് കാണിക്കുന്നത്. എന്റെ നൈറ്റ് ആൻഡ് മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനെ പറ്റിയാണ് പറയുന്നത്. ഞാൻ നേരത്തെ തന്നെ സ്കിൻ കെയർ നോക്കുന്ന ഒരാളാണ് നല്ല രീതിക്ക്. പക്ഷെ ഇടയ്ക്കിടയ്ക്കൊക്കെ മടി കാരണം വിട്ടു പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10 ദിവസം നോക്കിയാൽ 11ാമത്തെ ദിവസം എനിക്ക് മടിയായിരിക്കും ചെയ്യാൻ. പിന്നെ ഈ പനി വരുമ്പോഴും ഇടയ്ക്ക് വയ്യാഴി വരുമ്പോഴും നമ്മുടെ സാഹചര്യം കൊണ്ടുമൊക്കെ സ്കിൻ കെയർ നോക്കാൻ ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇപ്പൊ ഈ 2025 തുടങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ എടുത്ത ഏറ്റവും നല്ല 2 തീരുമാനങ്ങളിൽ ഒന്ന് ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് കട്ടാക്കിയിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ നിന്ന്. അതുപോലെ തന്നെ നല്ലൊരു സ്കിൻ കെയർ ഞാൻ എന്റെ ലൈഫിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നൈറ്റും അതുപോലെ തന്നെ മോർണിംഗിലും ഞാൻ നല്ല രീതിക്ക് സ്കിൻ കെയർ നോക്കുന്നുണ്ട്. അതിന്റെ ഒരു ഫലം എനിക്ക് ഈ ചെറിയ ടൈമിൽ തന്നെ കിട്ടിയിട്ടുമുണ്ട്. കാരണം ഞാൻ ഈ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ ഫേസ് എങ്ങനെയായിരുന്നു ഇരുന്നതെന്ന് ഞാൻ ഈ സ്ക്രീനിന്റെ എവിടെയെങ്കിലും കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പം എൻ്റെ ഫേസ് എങ്ങനെ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഞാൻ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നല്ല രീതിക്ക് എനിക്ക് പിമ്പിൾസ് ശരിക്കും നിറഞ്ഞു നിൽക്കുമായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. അത്രയ്ക്ക് വൃത്തികേടായിട്ടുള്ള രീതിയിലുള്ള പിമ്പിൾസ് ആയിരുന്നു എൻ്റെ മുഖത്ത്. ഓയിലി ഫുഡ് കഴിക്കുന്നതും ഹോർമോണൽ ചേഞ്ചിന്റെ കാരണം കൊണ്ടും ഒക്കെയാണ് എനിക്കിങ്ങനെ പിമ്പിൾസ് വരുന്നത്. എന്നാൽ പോലും ഞാൻ അത്രയ്ക്ക് വിഷമിച്ച് നിന്നൊരു സമയമായിരുന്നു. കാരണം ഞാൻ നല്ല രീതിക്ക് എൻ്റെ ഫേസ് നോക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിക്ക് നോക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈ ഒരു ഭാഗത്ത് ഒട്ടും പിമ്പിൾസ് ഇല്ല, എന്നാൽ ഈ ഒരു ഭാഗത്തായിരുന്നു നല്ല പിമ്പിൾസ്. ഞാൻ ഈ ചെറിയ ടൈമിൽ തന്നെ നല്ലൊരു സ്കിൻ കെയർ ഫോളോ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എനിക്കിപ്പം നല്ലൊരു ചേഞ്ച് എൻ്റെ ഫേസിൽ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ ഒരു ഇത് നോക്കുമ്പോഴും ഞാൻ ഈ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ ഫേസിൽ ഇത് നോക്കുമ്പോഴും നല്ല രീതിക്കുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം ഞാൻ എന്തുവാണ് ചെയ്തതെന്നും എൻ്റെ ഇപ്പം ഞാൻ കറണ്ടായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സ്കിൻ കെയർ എന്തുവാന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പം ഷെയർ ചെയ്ത് തരാം. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ചെയ്യുന്നതിന് മുന്നേ വേറൊരു കാര്യവും കൂടെ പറയാം. എൻ്റെ സ്കിൻ ടൈപ്പ് അല്ല നിങ്ങളുടെ സ്കിൻ ടൈപ്പ്. നമ്മുടെ ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പ് വ്യത്യാസമായിരിക്കും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ മുഖത്ത് വാരിത്തേക്കുന്ന സെയിം സാധനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് വാരിത്തേച്ചാൽ അതിന് ഫലം കാണണമെന്നില്ല. ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പ് വ്യത്യാസമായിരിക്കും. അതിനനുസരിച്ചുള്ള കെയറിങ് നമ്മൾ കൊടുത്താലേ അതിനെന്തെങ്കിലും ഒരു ഫലം ഉണ്ടാകത്തുള്ളൂ. അപ്പം മറക്കണ്ട, ആദ്യം തന്നെ നമ്മുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിന് ചേരുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് വാങ്ങി യൂസ് ചെയ്യുക. സ്കിൻ ടൈപ്പിനെ പറ്റി ആധികാരികമായിട്ട് പറഞ്ഞു തരാനൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അതിലോട്ടൊന്നും കൂടുതലായിട്ട് പോകുന്നില്ല. എനിക്ക് എൻ്റെ സ്കിൻ ടൈപ്പിനെ പറ്റി അറിയാം. നമുക്ക് സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ യൂട്യൂബിലൊക്കെ ഒരുപാട് ഇപ്പോൾ ഉണ്ട്. അത് നോക്കി നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കണം. ഞാൻ എൻ്റെ തന്നെ കണ്ടുപിടിച്ചത് കുറേ കഷ്ടപ്പെട്ട. അപ്പോൾ അത് നമ്മൾ എപ്പോഴും നമ്മുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മളിപ്പോൾ യൂട്യൂബ് തുറന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റ തുറന്നോ ഏതെങ്കിലും സെലിബ്രിറ്റികളോ അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോസ് ചെയ്യുന്ന ഓരോരുത്തർ ഒരുപാട് വീഡിയോസ് പ്രൊമോഷൻ വീഡിയോസോ അല്ലെങ്കിൽ അവരുടേതായ വീഡിയോസ് ചെയ്തിടുന്നത് പോലെ അവർ യൂസ് ചെയ്യുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ അവർ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുന്നതോ ആയ സാധനങ്ങൾ കണ്ട് നമ്മൾ അത് വാങ്ങി വാരി തേച്ചത് കൊണ്ടൊന്നും നമുക്കൊരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല. നമ്മളെപ്പോഴും നമ്മുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിച്ച് നമുക്ക് പറ്റുന്ന സാധനങ്ങൾ വാങ്ങി യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നമ്മുടെ സ്കിന്നിനും നമുക്കും നല്ലത്. അപ്പം ഞാൻ ഒരുപാട് വലിച്ചു നീട്ടാതെ എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ കാണിച്ചു തരാം. അപ്പം സ്കിൻ കെയർ റുട്ടീനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിയാലോ, ഫേസ് വാഷ് ആണ്. ക്ലെൻസർ അഥവാ ഫേസ് വാഷ് ഏറ്റവും ഫസ്റ്റിലത്തെ ഘട്ടം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ ആദ്യം ഒരു മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യണം. സോപ്പ് പരമാവധി നമ്മുടെ ഫേസിൽ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോഴും സോപ്പ് യൂസ് ചെയ്ത് മുഖം കഴുകുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഒരിക്കലും സോപ്പ് സജസ്റ്റ് ചെയ്യത്തില്ല. എനിക്ക് സോപ്പ് ഇഷ്ടമല്ല. ഞാൻ സ്കിൻ കെയറിൽ എത്ര മടി കാണിച്ചാലും മുഖത്ത് സോപ്പ് ഞാൻ ഇടാറേ ഇല്ല. ഞാൻ വർഷങ്ങളായി മുഖത്ത് സോപ്പ് ഇട്ടിട്ട് ഒരിക്കലും ഞാൻ സോപ്പ് ഇടത്തില്ല. ഞാൻ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ഫേസ് വാഷ് ഞാൻ എൻ്റെ സ്കിൻ ടൈപ്പിന് പറ്റിയ ഇപ്പം നമ്മുടെ ഓരോ സ്കിൻ ടൈപ്പിനും പറ്റിയ ഒരുപാട് ഫേസ് വാഷ് ഇപ്പം ഓൺലൈനിലും അല്ലെ കടകളിലും ഒക്കെ ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെടുന്ന കൂടുതലും ഈ സ്മെല്ലൊന്നും ഇല്ലാത്ത ഒരുപാട് ഈ പതയൊന്നും വരാത്ത രീതിയിലുള്ള ഫേസ് വാഷ് ഒക്കെ ആയിരിക്കും നല്ലത്. അപ്പം ഏറ്റവും നല്ലൊരു ഫേസ് വാഷായിട്ട് എനിക്ക് തോന്നുന്നത് ഈ സെറ്റാഫിലിൻ്റെ ഒരു ഫേസ് വാഷാണ്. സെറ്റാഫിൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനെ പറ്റി ഞാനായിട്ടിനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയും നല്ലൊരു അടിപൊളിയാണ് ഈ സെറ്റാഫിൽ. എനിക്ക് പേഴ്സണലി പറയാനാണെങ്കിൽ അത്രയ്ക്കും ഇഷ്ടമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ ഒട്ടും പതയൊന്നുമില്ല. അതുകൊണ്ടാണ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലാത്തത്. അപ്പോൾ അതെ ഈ ഒരു ഫേസ് വാഷാണ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, സെറ്റാഫിലിൻ്റെ ഒരു ഫേസ് വാഷ്. ഇതാണ് ഭയങ്കര ജെന്റിലായിട്ടുള്ള ഫേസ് വാഷ്, പക്ഷേ വില കുറച്ച് കൂടുതലാണ്. അപ്പം ഇതാണ് ഞാൻ കൂടുതലും മോർണിംഗിൽ യൂസ് ചെയ്യുന്നത്, ഈ ഒരു ഫേസ് വാഷ്. ഇതിട്ട് നന്നായിട്ട് മുഖം കഴുകും. പിന്നെ കുളിച്ച് വന്നതിന് ശേഷം
നല്ലൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കും. കുളിക്കാത്ത ഓരോരുത്തർ ഇഷ്ടമാണ്. രാവിലെ കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകിയതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കും. ഞാൻ നല്ലൊരു മോയ്സ്ചറൈസർ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഡോട്ട് ആൻഡ് ഗിയുടെ ഈ ഒരു മോയ്സ്ചറൈസറാണ്. എപ്പോഴും നമ്മുടെ ഓയിലി സ്കിൻ, എൻ്റെ കുറച്ച് ഒരു ഓയിലി സ്കിൻ. അപ്പോൾ ഓയിലി സ്കിന്നുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓയിലി സ്കിന്നുള്ളവർക്ക് എപ്പോഴും നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഡോട്ട് ആൻഡ് ഗിയുടെ ഈ ഒരു മോയ്സ്ചറൈസറാണ്. ഡോട്ട് ആൻഡ് ഗിയുടെ ഒരു വൈറ്റമിൻ സി സൂപ്പർ ബ്രൈറ്റ് മോയ്സ്ചറൈസർ എന്ന് പറയുന്ന ഈ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കുറേ ആയി വാങ്ങിക്കുന്നത്, 2-3 കളഞ്ഞ് ഇത് നേരത്തെ യൂസ് ചെയ്ത് തീർന്നത്. ഇത് എപ്പോഴും ഡോട്ട് ആൻഡ് ഗിയുടെ വെബ്സൈറ്റിൽ എപ്പോഴും ബൈ 1 get 1 ഫ്രീ ഒക്കെ വരുമ്പോൾ ഇതുപോലെ വാങ്ങി വെക്കുന്നതാ. ഇത് നേരത്തെ കഴിഞ്ഞതാ. അപ്പോൾ ഇത് എന്തുവാ, ഈ ഒരു മോയ്സ്ചറൈസറാണ്. ഇത് നല്ലൊരു അടിപൊളിയാണ്. ഇത് ഓയിലി ഒന്നുമല്ല, നമ്മൾ ഇട്ട് അപ്പം തന്നെ നമ്മുടെ സ്കിന്നുമായിട്ടങ്ങ് അബ്സോർബ് ആയി പോകുന്ന ഒരു ടൈപ്പ് മോയ്സ്ചറൈസറാണ് ഇത്. ഈ ഒരു ഡോട്ട് ആൻഡ് ഗിയുടെ ഒരു മോയ്സ്ചറൈസർ ഇതാ ഞാൻ മോർണിംഗിലും നൈറ്റിലും ഈ ഒരു മോയ്സ്ചറൈസർ തന്നെ ഉപയോഗിക്കുന്നത്. പിന്നെ ഉപയോഗിക്കുന്നത് ഞാൻ ഈ അടുത്ത് കണ്ടുപിടിച്ചൊരു സാധനമാണ്. പക്ഷേ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് മാറിയൊരു സംഭവമാണ് ഈ സ്നെയിൽ മ്യൂസിൻ. ഇതിപ്പോൾ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ്. പക്ഷെ ഇത് നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കും, ഒട്ടും ഡ്രൈ ആക്കാതെ. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിനോട് അബ്സോർബായി. അപ്പം ഞാൻ ഈ മോയ്സ്ചറൈസർ ഉപയോഗിച്ച് കഴിഞ്ഞ് ഈ സ്നെയിൽ മ്യൂസിൻ ഉപയോഗിക്കും. അത് കഴിഞ്ഞാണ് ഞാനൊരു സിറം ഉപയോഗിക്കുന്നത്, വൈറ്റമിൻ സി സിറമാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഒരുപാട് നാളുകൊണ്ട് വൈറ്റമിൻ സി സിറം ഉപയോഗിക്കുന്നത് ഈ ഡെർമാക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ വൈറ്റമിൻ സി സിറം ഉപയോഗിക്കുന്നത്. ഈ ഒരു സിറമാണ് ഞാൻ ഉപയോഗിക്കുന്ന വൈറ്റമിൻ സി സിറം. ഇത് 50% വൈറ്റമിൻ സി ഉള്ള ഒരു സിറമാണ്. നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ 5% അല്ലെങ്കിൽ 10% ഉപയോഗിച്ചാൽ മതി. ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർ ചാടി കയറി 50% അല്ലെങ്കിൽ 20% ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. 5% വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഈ വൈറ്റമിൻ സി ഉപയോഗിക്കുമ്പോൾ ഉള്ള ബെനിഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ ബ്രേക്ക്ഔട്ട്സ് കുറയ്ക്കാനും, അതുപോലെ തന്നെ പിമ്പിൾസ് വന്ന പാട്, ഒരു അൺഈവൻ സ്കിൻ ടോൺ ഒക്കെ മാറ്റി ഒരു ഈവൻ സ്കിൻ ടോൺ തരാനും, അതുപോലെ തന്നെ നമ്മുടെ മുഖത്തെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറ്റാനും ഒക്കെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആകാനും ഒക്കെ വൈറ്റമിൻ സി ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും നല്ലതാ. അതിപ്പം 1-2 ദിവസം ഉപയോഗിക്കുമ്പോഴല്ല, ഒരു മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ തൊട്ട്. ഞാനൊക്കെ എന്ന് പറയുമ്പോൾ വൈറ്റമിൻ സി കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളമായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇടയ്ക്ക് നിർത്തുമായിരുന്നു, പിന്നെ ഇടയ്ക്ക് തുടങ്ങും, പിന്നെ ഇടയ്ക്ക് നിർത്തും, ഇടയ്ക്ക് തുടങ്ങും. ഇപ്പം ഞാൻ ഈ ഒരു 2025 തുടങ്ങിയിട്ട് ഞാൻ നിർത്താതെ യൂസ് ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ സി ഞാൻ നൈറ്റിലാണ് യൂസ് ചെയ്യുക, വൈറ്റമിൻ സി ഞാൻ മോർണിംഗിലാണ് യൂസ് ചെയ്യുന്നത്, പകരം നൈറ്റ് ഞാൻ നിയാസിനമൈഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന വൈറ്റമിൻ സി സിറം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ എപ്പോഴും നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കി വേണം ഓരോ പ്രൊഡക്ട്സും വാങ്ങിക്കാനെന്ന്. ഞാൻ ഇതുപോലെ സ്കിൻ ടൈപ്പ് നോക്കാതെ ഒരു സാധനം വാങ്ങി എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഒരു സെറ്റാഫിലിൻ്റെ ഒരു മോയ്സ്ചറൈസർ. ഇത് യൂസ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, ഇത് അത്യാവശ്യം നല്ല വില വരുന്നൊരു സംഭവമാണ്. ഇത് ഞാൻ വാങ്ങിയിട്ട് എനിക്ക് ഒട്ടും യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയായിരിക്കും, ഇത് സെൻസിറ്റീവ് സ്കിന്നിനുള്ളതാ. ഇത് ഒരിക്കലും ഓയിലി സ്കിന്നിന് പറ്റത്തില്ല. ഇതിട്ട് കഴിയുമ്പോൾ നമ്മുടെ മുഖം ഭയങ്കര ഇതിട്ട് കഴിയുമ്പോൾ നമ്മുടെ മുഖം അത്ര എണ്ണമയമായിരിക്കും. ഇതൊരിക്കലും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഒരു 2 ദിവസം പോലും ഇത് ഇട്ടിട്ടില്ല. എനിക്ക് വാങ്ങിച്ചിട്ട് അതുപോലെ അബദ്ധം പറ്റിയിരുന്നൊരു സാധനമാണ് ഇത് ഭയങ്കര ഗുണമുള്ളൊരു സാധനമാണ്. പക്ഷെ എനിക്ക് വാങ്ങിയിട്ട് ഇടാൻ പറ്റിയിട്ടില്ല. സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു അടിപൊളി മോയ്സ്ചറൈസർ. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ എന്ന് പറയുന്നത്. പിന്നെ ഞാനൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യും. ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് അക്വാലോജിക്ക എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഒരു 2-3 വർഷമായിട്ട് അക്വാലോജിക്കയുടെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ. പിന്നെ ഞാൻ മെയിനായിട്ട് സ്കിൻ കെയറിൽ അത്ര അങ്ങ് ശ്രദ്ധ കൊടുക്കുന്നത് നൈറ്റിലാണേ. അപ്പം നൈറ്റിലായിരിക്കുമല്ലോ. അപ്പം മോർണിംഗിൽ നമ്മൾ ഇതൊക്കെ വാരിത്തേച്ചാലും നമ്മൾ വെയിലത്തിറങ്ങും,
നമ്മൾ ജോലികൾ ചെയ്യും. പക്ഷെ നൈറ്റ് അതുപോലെയല്ല, നമ്മൾ ഇതൊക്കെ ഇട്ടുകൊണ്ട് കിടന്ന് ഉറങ്ങും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്കിന്നിലോട്ട് പിടിക്കും, അതങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ ഒരുപാട് സ്കിൻ കെയറിൽ ശ്രദ്ധ കൊടുക്കുന്നത് നൈറ്റിൽ. അപ്പം നിങ്ങൾക്ക് തന്നെ തോന്നുമായിരിക്കും ഇത്രയൊക്കെ സാധനങ്ങൾ നൈറ്റിൽ മുഖത്ത് വാരിത്തേക്കുമെന്ന്. അപ്പം തേക്കും. അപ്പം ഇതൊക്കെ ഞാൻ നൈറ്റിൽ ഒരുപാട് സാധനങ്ങൾ മുഖത്ത് വാരിത്തേക്കും. അപ്പോൾ കാണിച്ചു തരാം ഓരോന്നോരോന്നായിട്ട്. അപ്പം ആദ്യം തന്നെ ഞാൻ നൈറ്റിൽ എൻ്റെ മുഖത്തൊരു ടോണർ അപ്ലൈ ചെയ്യും. ഒരുപാട് നാൾ കൊണ്ട് യൂസ് ചെയ്യുന്നത് ഈ പ്ലമ്മിൻ്റെ നിയാസിനമൈഡ് ടോണറാണ്. അപ്പോൾ ഈ ഒരു ടോണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ പ്ലമ്മിൻ്റെ ഈ ഒരു നിയാസിനമൈഡ് ടോണറാണ് ഞാൻ ആദ്യം തന്നെ ഫേസ് വാഷ് ഉണ്ട്. ഈ ഒരു പോൺസിൻ്റെ ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഫേസ് വാഷ് ഇട്ട് ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യും. പോൺസിൻ്റെ നിയാസിനമൈഡ് ഫേസ് വാഷ്. ഇതിനാണെങ്കിൽ നല്ല സ്മെല്ലുമാണ്, നല്ല പതയുമാണ്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് ഇട്ട് ഞാൻ മുഖം നന്നായിട്ട് കഴുകി ഈ ഒരു പ്ലമ്മിൻ്റെ നിയാസിനമൈഡ് വരുന്ന ടോണർ യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് സാധാരണ പോലെ തന്നെ നമ്മുടെ ഈ ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസർ, പിന്നെ നമ്മുടെ സ്നെയിൽ മ്യൂസിൻ, ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് എൻ്റെ മെയിൻ സാധനം ഞാൻ ഒരിക്കലും വിട്ടുകളയാത്ത എൻ്റെ ഒരുപാട് ആയിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഓർഡിനറിയുടെ നിയാസിനമൈഡ് സിറമാണ്. അപ്പം ഈ ഒരു നിയാസിനമൈഡ് സിറമാണ് ഞാൻ ഉപയോഗിക്കുന്ന ഓർഡിനറിയുടെ. നിയാസിനമൈഡ് സിറം നമ്മുടെ ഫേസിൽ എപ്പോഴും നല്ലതാണ്. എൻ്റെ മുഖത്തെ പിമ്പിൾസ് ഇത്രയും മാറാൻ സഹായിച്ചത് ഈ ഒരു സിറമാണെന്ന് വേണം പറയാൻ. അപ്പം ഈ ഓർഡിനറിയുടെ ഒരു നിയാസിനമൈഡ് സിറം ഞാൻ ഉപയോഗിക്കും. അത് കഴിഞ്ഞ് ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ഒരു സിറം ഉപയോഗിക്കും. അത് വന്നിട്ട് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ലോറിയലിൻ്റെ ഗ്ലൈക്കോളിക് ആസിഡ് സിറമാണ്. ഇത് എപ്പോഴും നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആക്കാൻ ആണെന്നാണ് ഇവർ പറയുന്നത്. എനിക്ക് എല്ലാം കൂടെ യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയത്തില്ല, എങ്കിലും നല്ലതാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ഈ ഒരു സിറം ഞാൻ ഉപയോഗിക്കും. ഇതെൻ്റെ ഈ ഒരു സിറം ഇതിൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്, ഇതെൻ്റെ ഫസ്റ്റിലത്തെ ബോട്ടിൽ. അപ്പം ഈ ഒരു സിറം ലോറിയലിൻ്റെ തന്നെ ഒരു അണ്ടർ ഐ സിറമാണ്. ഗ്ലൈക്കോളിക് ആസിഡ് റേഞ്ച് വരുന്ന ഒരു അണ്ടർ ഐ സിറമാണ്. ഇത് ഇങ്ങനൊരു ഇത് വരും. ഇങ്ങനെ എടുത്തിട്ട് കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ റോൾ ചെയ്യും. ഇത് പക്ഷേ നല്ലൊരു സംഭവമാണ്. നിങ്ങൾക്ക് ഇതുപോലെ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് വാങ്ങി നോക്കണം. നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാനുണ്ട്. ഇതിനകത്ത് ഗ്ലൈക്കോലിക്കും വൈറ്റമിൻ സിയും അതുപോലെ തന്നെ നിയാസിനമൈഡും ഉണ്ട്. നമ്മുടെ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ഒക്കെ നല്ലപോലെ മാറും. എനിക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു ഡാർക്ക് സർക്കിൾസ്, ഇപ്പം നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നല്ല അടിപൊളി ഒരു സംഭവമാണ് ഇത്. ഞാനിപ്പം കുറേ നാൾ, നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാനും ഉണ്ട് ഇത്. നമ്മൾ ഈ സംഭവങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഉറപ്പായിട്ടും ഒരു മോയ്സ്ചറൈസർ നമ്മൾ ഇതെല്ലാം ഇടുന്നതിന് മുന്നേയും ഇതെല്ലാം ഇട്ടതിന് ശേഷവും ഇത് നമ്മുടെ ഫേസിൽ ഉറപ്പായിട്ടും ഒരു മോയ്സ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഇടുന്നതിന് മുന്നേ ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ ഒരു മോയ്സ്ചറൈസർ ഇടും. അപ്പോൾ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു ഗ്ലൈക്കോളിക് റേഞ്ച് വരുന്ന തന്നെ ഒരു നൈറ്റ് ക്രീമാണ് ഇടുന്നത്. അത് ഈ ലോറിയലിൻ്റെ തന്നെ ഗ്ലൈക്കോളിക് ബ്രൈറ്റ് റേഞ്ച് വരുന്ന ഈ ഒരു മോയ്സ്ചറൈസറാണ് ഇടുന്നത്. ഈ ഒരു മോയ്സ്ചറൈസറാണ് ഇടുന്നത്. ഇതിനകത്ത് എന്തോ ഒരു തരി പോലെ ഇരിപ്പുണ്ട്. ഇത് ശരിക്കും രാത്രി ഇട്ട് കഴിഞ്ഞാൽ രാവിലെ വരെ നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കും. എനിക്ക് നല്ല രീതിക്ക് തോന്നിയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ രാവിലെ ശരിക്കും നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയിട്ട് എനിക്ക് തോന്നും. അതുപോലെ തന്നെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. എല്ലാം നല്ല രീതിക്ക്. ഇതൊക്കെ ഇപ്പം ശരിക്കും തീരാറായിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലുമാണ്. പിന്നെ അവസാനമായിട്ട് ഞാനൊരു ലിപ് ബാമും കൂടെ യൂസ് ചെയ്യും. ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു ഡോട്ട് ആൻഡ് കീയുടെ ലിപ് ബാമാണ്. പിന്നെ ഞാനിതങ്ങ് നിർത്തി. ടിൻറ്റഡ് ലിപ് ബാം യൂസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ പരമാവധി
നൈറ്റ് ടിൻഡഡ് ലിപ് ബാം അപ്ലൈ ചെയ്തുകൊണ്ട് കിടക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ടിൻഡഡ് ലിപ് ബാം ഒന്നും കൂടെ നമ്മുടെ ലിപ്സ് പിഗ്മെന്റഡ് ആക്കും, അതായത് കറക്കാൻ സാധ്യതയുണ്ട്. ടിൻഡഡ് ലിപ് ബാം എന്ന് വെച്ചാൽ ഇതുപോലെ കളറുള്ള ലിപ് ബാം. ഇപ്പം ഇതുപോലെ കളറുള്ള ലിപ് ബാം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതുപോലെ കളറുള്ള ലിപ് ബാം നമ്മൾ നൈറ്റ് ഇട്ടുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ലിപ്സ് പിഗ്മെന്റഡ് ആക്കാൻ വേണ്ടി വഴിയുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ലിപ് ബാം, ഇതുപോലെ പ്ലെയിൻ ആയിട്ടിരിക്കുന്ന ഒരു ലിപ് ബാം, ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ലിപ് ബാം നമ്മൾ നൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് കിടക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഡീകോൺസ്ട്രക്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ലിപ് ബാം, SPF 30 ഉള്ള ഒരു ലിപ് ബാമാണ് ഇത്. അതുപോലെ തന്നെ നല്ലപോലെ നമ്മുടെ ലിപ് പിഗ്മെന്റേഷൻ മാറ്റാൻ വേണ്ടി സഹായിക്കും. നമുക്ക് നൈറ്റ് ഇട്ടുകൊണ്ട് കിടക്കാൻ പറ്റും നല്ല രീതിക്ക്. ഇതിന് ഒട്ട് കളറൊന്നുമില്ല, നമ്മൾ ചുണ്ടത്ത് വാസലിനൊക്കെ ഇട്ട പോലെ ഇരിക്കും. നല്ല രീതിക്ക് നമ്മുടെ ചുണ്ടിന്റെ കറുപ്പ് ഒക്കെ, ചുണ്ടത്ത് നല്ല രീതിക്ക് കറുപ്പൊക്കെ ഉള്ളവർക്ക് പറ്റുന്ന ഒരു ലിപ് ബാമാണ് ഇത്. അപ്പം ഈ ഒരു ലിപ് ബാമാണ് ഞാൻ ഒരുപാട് നാളുകൊണ്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇതെല്ലാം പോലെ തന്നെ എവിടെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു ക്ലെൻസർ യൂസ് ചെയ്ത് നമ്മുടെ ഒരു മേക്കപ്പ് റിമൂവർ ഉപയോഗിച്ച് നമ്മുടെ മുഖത്തെ മേക്കപ്പ് എല്ലാം നമ്മൾ വൈപ്പ് ചെയ്ത് മാറ്റണം. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഒരു മേക്കപ്പ് റിമൂവർ എന്ന് പറയുന്നത്, എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മേക്കപ്പ് റിമൂവർ നമ്മുടെ ഗാർണിയറിന്റെ മേക്കപ്പ് റിമൂവറാണ്. ഇനി ഒരുപാട് കട്ടിക്കൊക്കെ ഉള്ള മേക്കപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ക്ലെൻസിങ് ബാം യൂസ് ചെയ്യാം. ഞാൻ സത്യം പറഞ്ഞ കണ്ണ് ഐലൈനർ ഒന്നും മുകളിലും താഴെയും എഴുതി ഒരുപാട് കട്ടിക്കുള്ള മേക്കപ്പ് ഇട്ട് അതിനുള്ള അവസരം ഉണ്ടാക്കാറില്ല. കാരണം എനിക്ക് പിന്നെ അത് മായ്ക്കാനുള്ള മടിയുണ്ട്. അപ്പം പിന്നെ ഇതുപോലെ ക്ലെൻസിങ് ബാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മേക്കപ്പൊക്കെ സുഖമായിട്ട് ഈ ഒരു ക്ലെൻസിങ് ബാം ഇട്ട് നമ്മുടെ മുഖം നല്ലപോലെ ഒന്ന് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു ഫേസ് വാഷ് നല്ലപോലെ മുഖം കഴുകി ഒരു മോയ്സ്ചറൈസറോ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖം എപ്പോഴും ഇരിക്കും. അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വന്ന് മുഖത്തുള്ളതൊന്നും ഇട്ട് മായ്ച്ച് കളയാതൊന്നും കിടന്നുറങ്ങരുത്. അതൊക്കെ ഒരുപാട് കുരുക്കളൊക്കെ വരാനുള്ള ഇടവരുത്തും. ഇത് പ്ലം എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ക്ലെൻസിങ് ബാമാണ്. അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീൻ. എനിക്കറിയാം എൻ്റെ വീഡിയോയ്ക്ക് വാലും തലയൊന്നും ഇല്ലെന്ന്. വീഡിയോ എടുത്തിട്ട് എനിക്ക് തന്നെ ചിരി വരുന്നു. ഞാൻ ഉദ്ദേശിച്ചെടുത്തുനിന്ന് തുടങ്ങുന്നെടുത്തുനിന്ന് വിട്ടിട്ടുണ്ട്, എന്നാ ഉദ്ദേശിച്ചെടുത്തോട്ട് എത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞൊരവസ്ഥയാണ് എൻ്റെ വീഡിയോയ്ക്ക്. എനിക്ക് തന്നെ അറിയാം ഞാൻ എന്തോ ഞാൻ എന്തൊക്കെയോ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ അവിടെ ഒന്നും എത്തുന്നില്ലെന്ന് എനിക്കറിയാം. എങ്കിലും കാണുന്ന നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, കാണുന്നവർക്ക്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ. അപ്പം എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ കമൻ്റായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഇനി എൻ്റെ കുറച്ച് മേക്കപ്പ് കളക്ഷൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ വേണമെങ്കിലും നിങ്ങൾ കമൻറ്റ് ഇടണം. ഞാനത് സെപ്പറേറ്റ് ഷോർട്ട് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ലോങ് വീഡിയോ ആയിട്ടോ ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും കമൻറ്റ് ഇടണം. അതിന് പോസിറ്റീവ് ആയാലും ശരി നെഗറ്റീവ് ആയാലും ശരി നിങ്ങളുടെ അഭിപ്രായമൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് തന്നെ അറിയിക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇവിടം കൊണ്ട് ഞാൻ നിർത്തുവാണ്. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.